സംഭാഷണത്തിലൂടെയോ ഭക്താനുഷ്ഠാനങ്ങളിലൂടെയോ ഒന്നും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ വളരെ അടിസ്ഥാനപരമായ ചില പാരഡോക്സുകൾ അല്ലെങ്കിൽ വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലോകം സൃഷ്ടിച്ചവൻ പറയുകയാണ്, ലോകം ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ സാധ്യമല്ല. ലുക്ക് അറ്റ് ദാറ്റ്. ശരീരം തന്നവൻ പറയുന്നു, ശരീരം പരിത്യജിക്കാൻ നിങ്ങൾക്ക് എന്നെ അനുധാവനം ചെയ്യാൻ സാധ്യമല്ല. പരമപരിശുദ്ധമായ ബലി സൃഷ്ടിച്ചവൻ എല്ലാ ഭക്തകൃത്യങ്ങളിലെ ഏറ്റവും പരിശുദ്ധമായ ഭക്തകൃത്യം എന്ന് പറയുന്നത് ബലിയർപ്പണമാണ്. കാരണം പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ബലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ബലിയിൽ സൃഷ്ടികർത്താവിൻ്റെ ശരീരവും രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്. ഈശോയുടെ താതാത്മ്യം പ്രാപിക്കാൻ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മാർഗമില്ല. അങ്ങനെ കുർബാന സ്ഥാപിച്ചവൻ പറയുന്നു, എനിക്ക് വേണ്ടത് ബലിയല്ല. ഇതെന്തൊരു പാരഡോക്സ്, എന്തൊരു വിരോധാഭാസമാണ്. ലോകം സൃഷ്ടിച്ചവനും പറയുന്നു, ലോകം ഉപേക്ഷിക്കാതെ എന്നെ അനുഗമിക്കാൻ സാധ്യമല്ല. ശരീരം തന്നവൻ പറയുന്നു, ശരീരം പരിത്യജിക്കാതെ നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ സാധ്യമല്ല. ബലി സ്ഥാപിച്ചവൻ പറയുന്നു, എനിക്ക് വേണ്ടത് ബലിയല്ല. ദിസ് ഇസ് റിയലി എ പാരഡോക്സ്. അതിൻ്റെ അർത്ഥം എന്നതാ, ഇത് ഓരോന്നും ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ബലിക്ക് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞത്, ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും മനസ്സിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ, നീ ബലി അർപ്പിക്കണ്ട, അത് പോയി തീർത്തിട്ട് വന്ന സംശയം തീർത്ത് അവനോട് രമ്യപ്പെട്ടതിന് ശേഷം ബലി അർപ്പിച്ചാൽ മതി. നമ്മൾ എത്ര പേരെ അനുസരിക്കുന്നത്? നമുക്ക് ആരോടൊക്കെ വിരോധമുണ്ട്, ആർക്കെല്ലാം നമുക്കതൊരു പ്രശ്നമേ അല്ല. കുറേ അനുഷ്ഠാനങ്ങൾ കാട്ടിക്കൂട്ടി തമ്പുരാനെ ഈ കണ്ണിൽ പൊടിയിട്ട് മന്ത്രവാദി ചെയ്യുന്നത് പോലെ കബളിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. നമുക്ക് ആരും വിരോധത്തെ വഞ്ചിക്കാം, പക്ഷെ ദൈവത്തെ മാത്രം വഞ്ചിക്കാൻ സാധ്യമല്ല. നിഗൂഢ വിചാരങ്ങൾ പോലും വളരെ വ്യക്തമായി സൂക്ഷ്മ നിരീക്ഷണത്തോടെ മനസ്സിലാക്കുന്നവരാണ് നമ്മുടെ വിധിയാടന തമ്പുരാൻ കർത്താവ്. അതുകൊണ്ട് ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഒരു മനസാക്ഷിയാണ് ആവശ്യം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുമെന്നാണ് പറഞ്ഞത്. ഭക്തകൃത്യങ്ങൾ ചെയ്യുമെന്നല്ല പറഞ്ഞത്. തമ്പുരാനെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. തമ്പുരാനെ സ്നേഹിക്കാൻ തീരുമാനിച്ചവർക്ക് മതി കൽപ്പനകൾ പാലിക്കാൻ, അല്ലാത്തവർക്ക് അത് പ്രശ്നമല്ല. സ്നേഹിക്കുന്നവർക്ക്, ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കണം, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, ദ്രോഹിക്കുന്നവനെ അനുഗ്രഹിക്കണം, ആരുടെയും തിന്മ പരത്തരുത്, ആരെയും വിരിക്കരുത്. ഒറ്റ ദിവസമെങ്കിലും നിനക്ക് ജീവിച്ചിട്ട് മരിക്കു പോകാൻ ഇവിടുന്ന്, ഒരു ദിവസമെങ്കിലും, ജീവിതകാലം മുഴുവനും വേണ്ട. ശത്രുവിനെ സ്നേഹിക്കണം, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യണം, ദ്രോഹിക്കുന്നവനെ അനുഗ്രഹിക്കണം, ആരെയും വിരിക്കരുത്, ആരുടെയും കുറ്റം പറയരുത്. നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, മനസ്സുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു ദിവസം ഒന്ന് ചെയ്യാവോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. തമ്പുരാനെ സ്നേഹിക്കാൻ തീരുമാനിച്ചവർക്ക് മതിയെന്നത്. അല്ലാത്തവൻ കുറെ ഭക്തകൃത്യങ്ങൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട്, അലേലിയ കൊണ്ട്, ആർപ്പുവിളികൾ കൊണ്ട്, അതിഭാഷണം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് നോക്കും. നടക്കുന്ന കാര്യമല്ല. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തമ്പുരാൻ്റെ ഭാഷ തിരിച്ചറിഞ്ഞ് മനസ്സ് വായിച്ചറിഞ്ഞ് ജീവിക്കാൻ പരിശ്രമിക്കണം. We have to read the mind of Jesus. We have to understand the language of God. ദൈവത്തിൻ്റെ ഭാഷ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചറിയണം. അതനുസരിച്ച് ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്താൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു വലിയ ഒരു അബദ്ധധാരണയാണ് ഈ ദൈവം തമ്പുരാൻ എന്ന് പറയുന്നത് ഏതാനും വ്യക്തികളുടെ കുത്തകയാണ്, ഏതാനും ധ്യാനകേന്ദ്രങ്ങളുടെ കുത്തകയാണ്. കേരളത്തിലെ ചില ധ്യാനകേന്ദ്രങ്ങളുടെ പേര് കേട്ടാൽ അങ്ങോട്ട് ഓടിയേക്കുക, ചില വ്യക്തികളുടെ പേര് കേട്ടാൽ അങ്ങോട്ട് ഓടിയേക്കുക. അവിടെ ഏതാണ്ട് തമ്പുരുകുട്ടി പറയുമ്പോൾ ക്ഷമിക്കണം, അവിടെ ചപ്പാത്തിക്കകത്ത് ഈശോയെ കണ്ടു, ആ കേന്ദ്രത്തിൽ കണ്ടു, ഈ കേന്ദ്രത്തിൽ കണ്ടു, മറ്റിടത്ത് കണ്ടു, മറിച്ചിടത്ത് കണ്ടു. എന്തിനായി ഓടുന്നത്? തമ്പുരാൻ നിന്റെയൊക്കെ ഹൃദയത്തിൽ ഇരിപ്പുണ്ടാവുക, നിന്റെ മനസ്സിലിരിപ്പുണ്ട് തമ്പുരാൻ. വേദനിക്കുന്ന ഭാര്യയുടെ മനസ്സിൻ്റെ ഉള്ളിൽ, അവിടെ കവൾത്തരത്തിലൂടെ ഒളിച്ചു വരുന്ന കണ്ണുനീർത്തുള്ളികളിൽ തമ്പുരാനെ കണ്ടെത്താത്തവൻ ഇവിടുന്ന് റോമിൽ പോയാലും തമ്പുരാനെ കണ്ടെത്താൻ പോകുന്നില്ല. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പന്തിരാണ്ട് കൊല്ലവരുന്നാലും തമ്പുരാനെ കണ്ടെത്താൻ പോകുന്നില്ല. മനസ്സ് വേദനിക്കുന്ന ഭാര്യയുടെ മനസ്സിൽ തമ്പുരാനെ തിരിച്ചറിയാൻ സാധിക്കുന്നെങ്കിൽ, പകലന്തയോളം മണ്ണിനോട് മല്ലിട്ട് വിയർത്തൊലിച്ച് കയറി വരുന്ന ഭർത്താവിൻ്റെ മുഖത്തെ ഒലിച്ചു വരുന്ന വിയർപ്പ് തുള്ളികളിൽ യേശു തമ്പുരാനെ കണ്ടുമുട്ടാൻ പരാജയപ്പെടുന്ന ഒരു ഭാര്യ 365 ദിവസം വരുന്ന ആരാധന നടത്തുന്ന ദൈവത്തെ കണ്ടെത്താൻ പോകുന്നില്ല. താൻ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളുടെ ചാട്ടത്തിലും മാട്ടത്തിലും തുള്ളലിലും സംസാരത്തിലും ഇടപെടലും മടിയിലിരിക്കുമ്പോഴും തലോടുമ്പോഴും യേശു തമ്പുരാനെ തിരിച്ചറിയാനും സ്പർശിക്കാനും പരാജയപ്പെടുന്ന ഒരു തള്ളയ്ക്ക് ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താൻ സാധ്യമല്ല. തങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന അതിഥികളിൽ പിച്ചപാത്രമായി ഒട്ടിയ വയറുമായി കുട്ടിപ്പാളയുമായി നിൽക്കുന്ന പക്ഷിക്കാരൻ്റെ മുൻപിലും അവൻ്റെ കണ്ണുകളിലും ദൈവത്തെ കണ്ടെത്താൻ മറന്നു പോകുന്നെങ്കിൽ നീ ആരാധന ദൈവത്തെ കണ്ടെത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ചില വ്യക്തികളുടെയോ ചില കേന്ദ്രങ്ങളുടെയോ കുത്തകയല്ല തമ്പുരാൻ. തമ്പുരാൻ്റെ ഭാവവും രൂപവും സ്നേഹമാണ്. അവിടെയുണ്ട് ഇവിടെയുണ്ട് ഓടി നടക്കണ്ട. നിന്റെ ഹൃദയത്തിലുണ്ട്,
നിന്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ, നിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ, നിന്റെ സഹോദരൻ്റെ ഹൃദയത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കണിശമായും നീ ചെയ്യുന്ന വിയർപ്പോടുകൂടി ചെയ്യുന്ന ഓരോ അധ്വാനത്തിലും ദൈവം തമ്പുരാനുണ്ട്. ഹിന്ദി സാഹിത്യത്തിലെ വലിയൊരു സാഹിത്യകാരനാണ് കബീർദാസ്. കബീർദാസിൻ്റെ ഒരു ദോഹയിൽ ഒരു പ്രത്യേക ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട്, കസ്തൂരിമാൻ. ഇന്നിപ്പോൾ ഏതെങ്കിലും വനങ്ങളിലോ ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിലോ കാണുന്ന ഒരു ജീവിയല്ല. ഏതായിരുന്നാലും ഐതിഹ്യത്തിൽ അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നത് വ്യക്തമാണ്. ഈ കസ്തൂരിമാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കബീർദാസിൻ്റെ ദോഹയിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. കസ്തൂരിമാൻ്റെ പ്രത്യേകത, ആണ്ടിലൊരിക്കൽ ഈ കസ്തൂരിമാൻ ജീവിക്കുന്ന വനത്തിൽ എന്തോ ഒരു ഗന്ധം പൊങ്ങി വരും. ഈ ഗന്ധം ഈ കസ്തൂരിമാന് വളരെ ഹരമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ നാടുകളിൽ ആണ്ടിലൊരിക്കൽ ഏതാനും ദിവസങ്ങൾ കൂണ് കിളുക്കും, ഈയൽ പൊങ്ങി വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇങ്ങനെ ഈ വനത്തിൽ എന്തോ ഒരു പ്രത്യേക ഗന്ധം പൊങ്ങി വരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് ഏതെങ്കിലും മരത്തിൻ്റെയോ വൃക്ഷത്തിൻ്റെയോ ഇലയോ വേരോ പൂവോ കായിൽ നിന്നായിരിക്കാം. ഏതായിരുന്നാലും ഈ ഗന്ധം ഈ കസ്തൂരിമാന് ഭയങ്കര ഹരമാണെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഗന്ധം ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ 2-3 ആഴ്ചത്തേക്ക് കസ്തൂരിമാൻ വെള്ളവും കുടിക്കുകയില്ല, തീറ്റയും തിന്നുകയില്ല, ഉറങ്ങുകയില്ല, കിടക്കുകയില്ല, ഒന്നുമില്ല. കാരണം എന്നാ, ഈ ഗന്ധം ഹരമായതുകൊണ്ട് ഏത് മരത്തിൻ്റെ തൊലിയെന്നാ വേരെന്നാ ഗന്ധം വരുന്നത് അത് നോക്കി ഓടി നടക്കുക. ഇങ്ങനെ എല്ലാ മരത്തിലും മൂക്ക് മുട്ടിച്ചുകൊണ്ട് നടക്കുക, മൂക്കേരെ തൊലിയും കളഞ്ഞുകൊണ്ട് ഈ ഗന്ധം എവിടുന്ന അവർ നോക്കി നടക്കുകയാണ്. സത്യത്തിൽ ഈ ഗന്ധം വരുന്നത് എവിടുന്നാ? ഈ കസ്തൂരിമാന്റെ കുണ്ടിക്ക് കീഴെന്നാ ഈ ഗന്ധം വരുന്നത്. അവന്റെ കുണ്ടിക്കീടെ ഒരു പ്രത്യേകമായ ഒരു ഗ്രന്ഥി ആണ്ടിലൊരിക്കൽ പൊട്ടും, അതിൽ നിന്ന് വരുന്ന ഒരു ഗന്ധമായത്. കുണ്ടിക്കീടെ ഈ ഗന്ധം വെച്ചുകൊണ്ടാണ് അവൻ ഈ ഗന്ധം തേടി വനം മുഴുവൻ നടക്കുന്നത്, തിരിച്ചറിയാതെ. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില്, ഭാര്യയില്, ഭർത്താവില്, മക്കളില് ദൈവം ഇരിക്കെ ആ ദൈവത്തെ കാണാൻ പരാജയപ്പെട്ടുകൊണ്ട് ധ്യാനകേന്ദ്രങ്ങൾ തേടി, വ്യക്തികൾ തേടി, തലങ്ങൾ തേടി, കേന്ദ്രങ്ങൾ തേടി ഓടുകയാണ്. മിഥ്യാധാരണയാണ്. അവിടെയൊന്നുമല്ല ദൈവം ഇരിക്കുന്നത്. ദൈവത്തിന്റെ ഭാവവും രൂപവും സ്നേഹമാകുഞ്ഞ്. സ്നേഹിക്കാൻ നീ തീരുമാനിക്കുമ്പം ദൈവം അവിടെ ഉണ്ട്. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ, ദൈവമുണ്ടവിടെ. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, സ്നേഹമില്ലാത്ത ഒരു മനുഷ്യൻ എന്തെല്ലാം ആത്മീയത കെട്ടിപ്പടുന്ന് ഉയർത്തിയാലും അകം പൊള്ളയായ എണ്ട പോലെയാണെന്ന് പറയാൻ കാരണം അതാണ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലമ്പുന്ന ചെമ്പാകും, കിലുങ്ങുന്ന കൈത്താളം ആയി മാറും. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ അബദ്ധമായ ധാരണകൾ വേരോടെ പിടിതെടുത്ത് കളഞ്ഞ് കർത്താവിന് പ്രിയങ്കരമായ ഒരു ആധ്യാത്മിക ജീവിതം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കെട്ടിപ്പണിതെടുക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് വേദപുസ്തകത്തിലൂടെ വ്യക്തമായി വരച്ചിട്ടിട്ടുണ്ട്, കോറിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റെങ്കിലും നമ്മൾ തേടിപ്പോകേണ്ട കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എന്ന കൽപ്പന പാലിക്കും. ഈശോയെ സ്നേഹിക്കാൻ പഠിച്ചാൽ ദൈവാനുഭവം ഉറപ്പാണ്. ദൈവാനുഭവം ഉണ്ടാകാൻ മറ്റൊന്നും വേണ്ട, തമ്പുരാനെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ മതി. പക്ഷെ സ്നേഹിക്കാനുള്ള മാർഗം വേറെ ആരും പറയുന്നത് കേൾക്കാൻ പോകണ്ട. തമ്പുരാൻ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനായി എന്നെ സ്നേഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അവനെ ഞാനും എൻ്റെ പിതാവും സ്നേഹിക്കുമെന്ന് മാത്രമല്ല, എന്നെ അവന് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. എന്നെ അവന് പേഴ്സണലായിട്ട് ഐ വിൽ റിവീൽ മൈസെൽഫ് ടു സച്ച് എ പേഴ്സൺ. ദൈവം വെളിപ്പെടുത്തി വ്യക്തിമായി തരണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും വ്യക്തിയുണ്ടോ? ആഗ്രഹം മാത്രം പോരാ കുഞ്ഞ്. എന്ത് ചെയ്യണം? അതനുസരിച്ച് തൻ്റെ വ്യക്തിപരമായ ദൈവവിളിക്ക്, മാനുഷികമായ ദൈവവിളിക്ക്, ക്രൈസ്തവ ദൈവവിളിക്ക്, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിക്ക് അനുയോജ്യമായ ഒരു ജീവിതം മെനഞ്ഞെടുത്തുകൊണ്ട് ഭക്തകൃത്യങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിനപ്പുറത്ത് എൻ്റെ ജീവിതം, എൻ്റെ ധർമ്മനിർവഹണത്തിലൂടെ എനിക്ക് ദൈവത്തെ കണ്ടെത്തണം, അറിയണം, അനുഭവിക്കണം. അതിനുള്ള മാർഗം വേറെ ഇല്ല എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിരാശയും വെറുവെറുപ്പും കംപ്ലൈൻറ്റും ആവലാതിയും അസ്വസ്ഥതയും എല്ലാം വേരോടെ പിഴുതെടുത്ത് കളഞ്ഞ് ഭർത്താവിനെ കുറിച്ച് കംപ്ലൈൻ്റ് ഇല്ല, ഭാര്യയെക്കുറിച്ചില്ല, മക്കളെക്കുറിച്ചില്ല, സമ്പത്തിനെക്കുറിച്ചില്ല, കട്ടപ്പാടിനെക്കുറിച്ചില്ല, ബുദ്ധിമുട്ടുകളെക്കുറിച്ചില്ല, ക്ലേശങ്ങളെക്കുറിച്ചില്ല, ഒന്നിനെക്കുറിച്ചില്ല. കാരണം എന്താണ്? ദൈവം തമ്പുരാൻ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ഈശോ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന വ്യക്തമായ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ധർമ്മനിർവഹണത്തോടുകൂടി പ്രാർത്ഥനയും സ്തുതിപ്പും കൂടെ ഒരുമിച്ച് ചേർത്ത് മെനഞ്ഞെടുത്ത് പരിശുദ്ധവും പരിപാവനവും നിർമ്മലവും നിഷ്കളങ്കവും സമാധാനവും നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയായി നീ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നീ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ കാണും,
നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ കൂടെ ജീവിക്കുന്നവർ കണിശമായും ദൈവത്തെ കണ്ടിരിക്കും. നിന്നെ കണ്ടുമുട്ടുന്നത് തന്നെ ഒരു അനുഭവമായിരിക്കും. അങ്ങനെയുള്ള നിന്നെ കണ്ടുമുട്ടുമ്പോൾ മനവേദനയുള്ളവൻ്റെ മനസ്സ് ഉരുണ്ട കല്ല് ഉരുണ്ടുരുണ്ടുരുണ്ട് ഉണ്ടക്കല്ല് പോകുന്നത് പോലെ മനോഭാരം ഉരുണ്ടുരുണ്ട് പോയിട്ട് നിന്നെ കണ്ടുമുട്ടുന്നവൻ ദൈവത്തെ കണ്ടുമുട്ടും. എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതം നിങ്ങളെ കണ്ടുമുട്ടുന്നവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാനും ഭാരങ്ങൾ ഇറക്കാനും സാധിക്കുന്ന രീതിയിൽ പരിശുദ്ധമായ ഹൃദയങ്ങളുടെ ഉടമയായി മാറുന്നതിന് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും കാഴ്ചപ്പാടിലും രൂഢമൂലമായിരിക്കുന്ന തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ അവയെല്ലാം വേരോടെ പിടിതെടുത്ത് കളഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുന്നത്, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് നിന്റെ തിരിഹിതം മനസ്സിലാക്കി വായിച്ചറിഞ്ഞ് അതിലൂടെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് സാധിക്കൂ എന്ന സത്യം ഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർ എന്നോട് എന്ത് ചെയ്യണം അതൊന്നും ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും സഭയിലും അയൽവാസികളോടും മനുഷ്യനെന്ന നിലയിൽ വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് എൻ്റെ ചെയ്തികളിലൂടെ ഞാനും എൻ്റെ കൂടെ ജീവിക്കുന്നവരും എന്നെ കണ്ടുമുട്ടുന്നവരും ദൈവത്തെ കണ്ടുമുട്ടാൻ ഉതകുമാറി ജീവിക്കാൻ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ.